Hello, this is your English companion. Today we are going to have a detailed discussion about conditional clauses. Conditional clauses ആർക്കും അറിയാത്ത ഒരു കാര്യമൊന്നുമല്ലല്ലോ അല്ലേ? നമുക്ക് എല്ലാവരും കണ്ടീഷൻ വെച്ചിട്ട് ഭയങ്കര ശീലമല്ലേ? നീ അങ്ങനെ ആക്കിയാൽ ഞാൻ ഇങ്ങനെയാക്കും, അത് അങ്ങനെ ആയാലും ഇതിങ്ങനെയാവും അല്ലേ കണ്ടീഷൻ? എന്നെ തല്ലിയാൽ ഞാനും തല്ലു കേട്ടോ, നിന്നെ തല്ലിയാൽ എന്നുള്ളതാണ് കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ ഞാനും തല്ലും. അപ്പോൾ ഏതായാലും കണ്ടീഷണൽ ക്ലോസിൻ്റെ കാര്യത്തിൽ എത്രയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ സംശയം ഉണ്ടാവും. അതായത് നമുക്ക് മെയിനായിട്ട് 3 തരത്തിലുള്ള കണ്ടീഷൻസ് ആണുള്ളത്. ഫസ്റ്റും സെക്കൻഡും തേർഡും. അതിലൊരു കണ്ടീഷനും കൂടി ഉണ്ട്, സീറോ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചിലർക്കെങ്കിലും ഈ സീറോ കണ്ടീഷനും അതുപോലെ തന്നെ ഫസ്റ്റ് കണ്ടീഷനും തമ്മിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് കണ്ടീഷനും തേർഡ് കണ്ടീഷനും തമ്മിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു പാഠം കൊണ്ട് കണ്ടീഷണൽസ് ഒന്നും അറിയാത്ത ആളുകളും അതുപോലെ തന്നെ കുറച്ച് അഡ്വാൻസ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു പാഠം തയ്യാറാക്കിയുള്ളത് കേട്ടോ. അപ്പം തുടക്കത്തിൽ ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് വിടരുത്. ലാസ്റ്റ് എക്സസൈസ് ഒക്കെ ഉണ്ട്, അത് ചെയ്യുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. പിന്നെ ഒരു സ്വഭാവം ഉണ്ടേ, നമുക്ക് തുടക്കത്തിന് കണ്ടു കഴിഞ്ഞാൽ ഒക്കെ അറിയാന്നുള്ള രീതിയിൽ സ്കിപ്പ് ചെയ്തുകൊണ്ടൊരു പരിപാടി. പഠിക്കാൻ ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യുക, ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കറിയാം ഒരു കണ്ടീഷണൽ സെന്റൻസിൽ ഒരു 2 ക്ലോസ് ആണ് ഉണ്ടാവുക. ഒന്ന് കണ്ടീഷണൽ ക്ലോസ് ഉണ്ടാവും, പിന്നെ ഒന്ന് മെയിൻ ക്ലോസ് ഉണ്ടാവും അല്ലേ? കണ്ടീഷണൽ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ടീഷൻ വെക്കുന്ന കാര്യം, അതായത് നീ എന്നെ തല്ലിയാൽ, അതാണ് കണ്ടീഷൻ. അതിനെയാണ് ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്നത്. പിന്നെ മെയിൻ ക്ലോസ്, ഞാനും നിന്നെ തല്ലും അല്ലേ? ഇവിടെ നമ്മുടെ സ്ക്രീനിലേക്ക് നോക്കൂ, ഒരു സെൻറ്റൻസ് ഉണ്ട്. ഇഫ് ഐ ഹാവ് ഇനഫ് മണി ഐ വിൽ ബൈ എ ന്യൂ എസ്റ്റേറ്റ്. അപ്പോൾ ഇഫ് അടങ്ങുന്ന ആ ഒരു ക്ലോസിനെയാണ്, അതായത് ഇഫ് ഐ ഹാവ് ഇനഫ് മണി എന്നുള്ള സംഭവമാണ് കണ്ടീഷണൽ ക്ലോസ്. അതിൻ്റെ അപ്പുറത്തുള്ളത് ഐ വിൽ ബൈ എ ന്യൂ എസ്റ്റേറ്റ്, അതാണെന്ത് മെയിൻ ക്ലോസ്. ഇപ്പോൾ ഇഫ് ആദ്യം വെച്ച് എഴുതണമെന്ന് ഒരു നിർബന്ധമല്ല, നമുക്ക് നേരെ തിരിച്ചിടാം. മെയിൻ ക്ലോസ് ആദ്യം വരുത്തിയിട്ടും നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെ? ഐ വിൽ ബൈ എ ന്യൂ എസ്റ്റേറ്റ് ഇഫ് ഐ ഹാവ് ഇനഫ് മണി അല്ലേ? 2 രീതിയിലും നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കണ്ടീഷണൽ ക്ലോസ് ആണ് ആദ്യം വരുന്നതെങ്കിൽ ആ ക്ലോസിന് ശേഷം കോമ ഇടാൻ മറക്കരുത്. 4 കണ്ടീഷൻസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇപ്പോൾ സീറോ കണ്ടീഷൻ, ഫസ്റ്റ് കണ്ടീഷണൽ, സെക്കൻഡ് കണ്ടീഷണൽ, തേർഡ് കണ്ടീഷണൽ, പിന്നെ ഒരു സംഭവം കൂടി ഉണ്ട്, അതൊരു മിക്സഡ് കണ്ടീഷനിലാണ്. ഇപ്പം അത്ര വലിയ പ്രാധാന്യം ഉള്ളതല്ല, എന്നാലും നമുക്കതും കൂടി ഡിസ്കസ് ചെയ്യാം. ഏതായാലും ഒന്ന് ഇറങ്ങി പുറപ്പെട്ടതല്ലേ. ഇപ്പോൾ സീറോ കണ്ടീഷനിലുള്ള ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കി നോക്കുക. ഇഫ് യു ആർ ഹാപ്പി യു സ്മൈൽ. നീ ഹാപ്പി ആകുമ്പോൾ നീ ചിരിക്കും. ആ ആളങ്ങനെ തന്നെയാണ്, ഫുൾ സന്തോഷമാകുന്ന സമയത്ത് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ്. ഒരു ഫാക്റ്റ്, ഇപ്പോൾ ഫാക്റ്റിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ സീറോ കണ്ടീഷൻ മെയിനായിട്ട് ഉപയോഗിക്കൽ. ഫസ്റ്റ് കണ്ടീഷൻ ഇറ്റ്സ് റിയൽ, പ്രൊബബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. അതായത് ഇഫ് ഐ ഹാവ് ഇനഫ് മണി ഐ വിൽ ബൈ എ ന്യൂ എസ്റ്റേറ്റ്. ഇഫ് ഐ ഹാവ് ഇനഫ് മണി, പൈസ ഉണ്ടെങ്കിൽ എന്നാണ് അതിൻ്റെ അല്ലേ, ആ മെയിൻ ക്ലോസ് അതാണ്. അങ്ങനെയാണെങ്കിൽ ഐ വിൽ ബൈ എ ന്യൂ എസ്റ്റേറ്റ്, ഞാൻ എന്തായാലും ആ എസ്റ്റേറ്റ് വാങ്ങും. അതായത് ഒരു ചാൻസ് ഉണ്ട് അവിടെ, പൈസ കിട്ടാനുള്ള സാധ്യതയുണ്ട്, പൈസ കിട്ടിക്കഴിഞ്ഞാൽ അത് വാങ്ങാനുള്ള സാധ്യതയുണ്ട്. അതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സീറോ കണ്ടീഷൻ ഫസ്റ്റ് കണ്ടീഷൻ തമ്മിലുള്ള വ്യത്യാസം, മെയിനായിട്ടുള്ള വ്യത്യാസം ഇതാണ്. ഒന്നാമത്തത് ഫാക്റ്റാണ്, അത് അങ്ങനെ തന്നെയാണ് എപ്പോഴും. രണ്ടാമത്തേതെന്ന് പറയുന്ന സമയത്ത് ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ട്, പക്ഷേ അവിടെ ഒരു പോസിറ്റീവ് ചാൻസ് ആണുള്ളതെന്ന് മാത്രം. ഇനി സെക്കൻഡ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ, ഇഫ് ഐ ഹാവ് ഇനഫ് മണി ഐ വുഡ് ബൈ എ ന്യൂ എസ്റ്റേറ്റ്. പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു പുതിയ എസ്റ്റേറ്റ് വാങ്ങിയേനെ. ഇപ്പോൾ ഈ സെക്കൻഡ് കണ്ടീഷനെ കുറിച്ചും തേർഡ് കണ്ടീഷനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ. തേർഡ് കണ്ടീഷൻ, ഇഫ് ഐ ഹാഡ് ഇനഫ് മണി, എനിക്കെന്ന് ആവശ്യത്തിന് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ബോട്ട് എ ന്യൂ എസ്റ്റേറ്റ്, ഞാനത് വാങ്ങുമായിരുന്നു, പുതിയ എസ്റ്റേറ്റ് വാങ്ങുമായിരുന്നു. ഇനി മിക്സഡ് കണ്ടീഷനാണ്, നോക്കൂ. ഇഫ് ഐ ഹാഡ് ഇനഫ് മണി ഐ വുഡ് ബി ആൻ എസ്റ്റേറ്റ് ഓണർ. അപ്പോൾ ആദ്യത്തെ ക്ലോസ് എന്ന് പറയുന്നത് ഇഫ് ഐ ഹാഡ് ഇനഫ് മണി, അത് തേർഡ് കണ്ടീഷൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ ഐ വുഡ് ബി ആൻ എസ്റ്റേറ്റ് ഓണർ, അത് സെക്കൻഡ് കണ്ടീഷനിൽ വരുന്ന രീതിയിലുള്ള ഒരു ഭാഗമാണ്. ഇപ്പോൾ വൃത്തിയായിട്ട് നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം പറയുന്നത് സീറോ കണ്ടീഷണൽ. സീറോ കണ്ടീഷണൽ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? വി യൂസ് ദ സീറോ കണ്ടീഷണൽ when we want to talk about facts or things that are generally true. പൊതുവായ സത്യങ്ങളെയും അതുപോലെ തന്നെ ഫാക്റ്റുകൾ, ചില യാഥാർത്ഥ്യങ്ങളെയും സൂചിപ്പിക്കാനാണ് സീറോ കണ്ടീഷനിൽ ഉപയോഗിക്കുന്നത്. ഫാക്റ്റ് ആയിരിക്കണം, എപ്പോഴും സത്യമായിട്ടുള്ള കാര്യമായിരിക്കണം അല്ലേ? അത് പറയുന്നത് ഇതാണ്, ഇഫ് ദിസ് ഹാപ്പൻസ്, ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ദിസ് ഈസ് ദ റിസൾട്ട്. ദിസ് വിൽ ബി ദ റിസൾട്ട് എന്നല്ല, ദിസ് ഈസ്, ഇത് തന്നെയാണ് റിസൾട്ട് എന്നാണ്. എന്നുവെച്ചാൽ ഒരു ഫാക്റ്റാണ്. അതായത് വെൻ യു ഹീറ്റ് ഐസ്, നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇഫ് എന്ന് വെച്ചിട്ടല്ല സെൻറ്റൻസ് തുടങ്ങിയിട്ടുള്ളത്, എങ്ങനെയാണ്? വെൻ എന്ന് വെച്ചിട്ടാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ സീറോ കണ്ടീഷനിൽ 2 രീതിയിലും എഴുതാൻ പറ്റും. അതായത് വെൻ വെച്ചിട്ടും എഴുതാം, അതുപോലെ തന്നെ ഇഫ് വെച്ചിട്ടും നമുക്ക് സീറോ കണ്ടീഷൻ പറയാൻ പറ്റും. വെൻ യു ഹീറ്റ് ഐസ്, ഐസ് ചൂടാക്കുന്ന സമയത്ത് അല്ലേ? വെൻ യു ഹീറ്റ്, ഇഫ് യു ഹീറ്റ്, രണ്ടായാലും കുഴപ്പമില്ല. പ്രസന്റ് ടെൻസ് അല്ലേ?
യു കഴിഞ്ഞിട്ട് ഹീറ്റ് എന്നാണ്. ഹീറ്റഡ് എന്നൊന്നുമല്ല, ഹീറ്റ് പ്രസന്റ് ടെൻസ് ആണ്. അപ്പുറത്തും നോക്കി നോക്കൂ, ഇറ്റ് മെൽറ്റ്സ്, അതൊരുകുന്നു. ഒരു ഫാക്റ്റ് അല്ലേ? ഇറ്റ് മെൽറ്റ്സ്, അവിടെ എന്ത് തന്നെയാണ്? പ്രസന്റ് ടെൻസ്. അപ്പോൾ ഈ സീറോ കണ്ടീഷണലിന്റെ ഫോം വളരെ എളുപ്പമാണ്. അതായത് ഇഫ് ക്ലോസിലും മെയിൻ ക്ലോസിലും പ്രസന്റ് ടെൻസ് തന്നെയാണ് ഉപയോഗിക്കുക. അടുത്തൊരു എക്സാമ്പിൾ ഉണ്ട്. ഇഫ് യു ഹിറ്റ് ദ ബോൾ അഗെയിൻസ്റ്റ് ദ ഫ്ലോർ ഇറ്റ് ബൗൺസസ്. പന്ത് ചുമര് നേരെ എറിയുകയാണെങ്കിൽ അത് ബൗൺസ് ചെയ്യും. അതും ഒരു ഫാക്റ്റാണ്. രണ്ട് ഭാഗത്തും എന്താണ്? ഇഫ് യു ഹിറ്റ് എന്നുള്ളതും പ്രസന്റ് ടെൻസ് ആണ്, ബൗൺസസ് എന്നുള്ളതും പ്രസന്റ് ടെൻസ് ആണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. ദ സീറോ കണ്ടീഷണൽ യൂസസ് ഇഫ് ഓർ വെൻ ആൻഡ് മസ്റ്റ് ബി ഫോളോഡ് ബൈ ദ സിമ്പിൾ പ്രസന്റ് ഓർ ഇംപെരേറ്റീവ്. സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും. അതുപോലെ തന്നെ തുടക്കത്തിൽ ഇഫ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെൻ ഉപയോഗിക്കാം. കണ്ടീഷണൽ സെന്റൻസിൽ, അതായത് കണ്ടീഷണൽ ക്ലോസിൽ ഇഫോ വെന്നോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മെയിൻ ക്ലോസിലും ഇത് തന്നെയായിരിക്കും, പ്രസന്റ് ടെൻസ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇംപെരേറ്റീവ്സ് ആയിട്ടുള്ള സെന്റൻസ്, അതായത് റിക്വസ്റ്റോ കമാൻഡോ അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ ഇംപെരേറ്റീവ് എന്ന് പറയുക. വെർബ് ആദ്യം വരുന്നത് ക്ലോസ് യുവർ മൗത്ത്, ക്ലോസ് അല്ലേ? വെർബ് ആദ്യം വരുന്നത് ക്ലോസ് യുവർ മൗത്ത് പറയുമ്പോൾ. ടേക്ക് യുവർ ബാഗ്, ടേക്ക് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഓർഡറിൻ്റെ രീതിയിലാണ് അല്ലേ? നോക്കാം. ഇഫ് ജോൺ ഈസ് ഔട്ട് ഓഫ് ദ ഓഫീസ് ഐ ടേക്ക് ഹിസ് കോൾസ്. ജോൺ ഓഫീസിൻ്റെ പുറത്ത് പോകുന്ന സമയത്ത് ഞാനാണ് കാളുകളെല്ലാം അറ്റൻഡ് ചെയ്യുന്നത്. ഇതൊരു ഹാബിറ്റാണ്, ഒരു ഓഫീസിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ മുതലാളി ഇല്ലാത്ത സമയത്ത് ഞാനാണ് കോളൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതൊരു ശീലമാണ്, പുള്ളിക്കാരൻ സ്ഥിരമായിട്ടാണ് ചെയ്യുന്നത്. ഒരു ട്രൂത്താണ്, ഫാക്റ്റാണ്, അത് ഹാബിറ്റാണ്. അതുപോലെ തന്നെ ഒരുപക്ഷെ അവിടുത്തെ റൂളുമായിരിക്കാം. ഞാൻ ഇല്ലാത്ത സമയത്ത് നീ അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? ഇപ്പോൾ സീറോ കണ്ടീഷൻ ഇങ്ങനെ ഹാബിറ്റോ അല്ലെങ്കിൽ റൂളോ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെയോ, വെൻ യു ഗോ ടു പാർക്ക് ടേക്ക് യുവർ ബോൾ. കുട്ടിയോട് അമ്മ പറയുന്നതായിരിക്കാം, നീ പാർക്കിൽ പോകുന്ന സമയത്ത് എന്ത് ചെയ്യുക? ടേക്ക് യുവർ ബോൾ, നീ നിൻ്റെ ബോൾ എടുത്തിട്ട് പോകും. പോകുമ്പോഴെല്ലാം ബോൾ എടുത്തിട്ട് പോകണം എന്നാണ് അതിൻ്റെ അർത്ഥം. അതൊരു ഇൻസ്ട്രക്ഷനാണ്. ഇപ്പോൾ ഹാബിറ്റായി ഇൻസ്ട്രക്ഷനെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സീറോ കണ്ടീഷൻ ഉപയോഗിക്കാം. ഇനിയോ, വെൻ ഹി ബൈസ് ചോക്ലേറ്റ്. വെൻ ഹി ബൈസ്, ഹി എന്നുള്ളത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണല്ലോ. ഇപ്പോൾ വെർബിൻ്റെ കൂടുതൽ പ്രസന്റ് ടെൻസിൽ എസ് വരണമല്ലോ. വെൻ ഹി ബൈസ് ചോക്ലേറ്റ്, അവൻ ചോക്ലേറ്റ് വാങ്ങുന്ന സമയത്ത് ഹി ബൈസ് മീ സം ടു, എനിക്ക് വേണ്ടിയും വാങ്ങാറുണ്ട്. അതും ഒരു ഹാബിറ്റാണ്. അവൻ എപ്പോഴെല്ലാം ചോക്ലേറ്റ് വാങ്ങുന്നോ അവൻ എന്നെ ഓർക്കും, എനിക്ക് വേണ്ടി വാങ്ങും. അടുത്തത്, ചിൽഡ്രൻ ക്യാൻ സ്വിം ഇഫ് ആൻ അഡൾട്ട് ഈസ് ദ. ഒരുപക്ഷെ അവിടെ ഒരു പാർക്കിൽ പോയി കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, കുട്ടികൾക്ക് നീന്താം. എങ്ങനെയാണെങ്കിൽ ഇഫ് ആൻ അഡൾട്ട് ഈസ് ദ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ആൻ അഡൾട്ട് അല്ലേ? അതവിടുത്തെ റൂളാണ്. ഇഫ് ദ അഡൾട്ട് ഈസ് ദ ചിൽഡ്രൻ ക്യാൻ സ്വിം. അപ്പോൾ ഇതാണ് സീറോ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് മെയിൻ ക്ലോസിലും കണ്ടീഷണൽ ക്ലോസിലും പ്രസന്റ് ടെൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഹാബിറ്റ്, ഇൻസ്ട്രക്ഷൻ, റൂൾ, അതുപോലെ തന്നെ ഫാക്റ്റ്, ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ സീറോ കണ്ടീഷനിൽ ഉപയോഗിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഈ കണ്ടീഷൻ പ്രസൻറ്റുമായോ പാസ്റ്റുമായോ ഫ്യൂച്ചറുമായോ ഒരു ബന്ധവുമുള്ളതല്ല. ഇറ്റ് സേസ് ഓഫ് സംതിങ് വിച്ച് ഈസ് ഓൾവേസ് ട്രൂ. എപ്പോഴും സത്യമായിട്ടുള്ള ഫാക്റ്റായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അല്ലേ? സീറോ കണ്ടീഷനിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു തന്നെയാണ്, എന്നാലും ഒന്നുകൂടി പറയണു. ഇഫ് അല്ലെങ്കിൽ വെന്നോ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു സീറോ കണ്ടീഷനിൽ. അതുപോലെ തന്നെ ഇഫിന് ശേഷം സബ്ജക്റ്റ് വരും, ഇഫ് ഐ അല്ലേ? പിന്നെ വരുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. പിന്നെ മെയിൻ ക്ലോസിലും വരുന്നത് എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. വെൻ ദ സൺ സെറ്റ്സ്, അതല്ലേ കണ്ടീഷണൽ ക്ലോസ്. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഇറ്റ് ഗെറ്റ്സ് ഡാർക്ക്, ഇരുട്ടായി മാറുന്നു. ഫാക്റ്റ് അല്ലേ? ഇഫ് യു ലീവ് മിൽക്ക് ഔട്ട്സൈഡ് ഫോർ ലോങ്, കുറേ നേരം പാല് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ മീൻസ് ഔട്ട്സൈഡ് ദ റെഫ്രിജറേറ്റർ ഇറ്റ് സ്പോയിൽസ്. അതും ഒരു ഫാക്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഫാക്റ്റ് പറയാൻ വേണ്ടി, ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ വേണ്ടി, ഹാബിറ്റ്, അതുപോലെ തന്നെ റൂള്, ഇവ പറയാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? സീറോ കണ്ടീഷൻസ് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് എക്സാം പർപ്പസിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് 3 കണ്ടീഷൻസ് ആണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഫസ്റ്റും സെക്കൻഡും തേർഡും അല്ലേ? ഇത് 3ആണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത്. സീറോ കണ്ടീഷൻ പറഞ്ഞു എന്ന് മാത്രം. ഇപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇഫ് ഉണ്ടാവും, ഇഫിന് ശേഷം സബ്ജക്റ്റ് ഉണ്ടാവും, പിന്നെയോ പ്രസന്റ് ടെൻസ് ഉണ്ടാവുക. അതായത് ഇഫ് സബ്ജക്റ്റ് ആയിട്ടുള്ള യു, പ്രസന്റ് ടെൻസ് ആയിട്ടുള്ള ഹെൽപ്പ്. ഇഫ് യു ഹെൽപ്പ്, ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു സംഭവം കൂടി കൊടുക്കുന്നത്, ഇഫ് യു ഹെൽപ്പ് മീ വിത്ത് ക്ലീനിങ്, നീ എന്നെ ക്ലീനിങ്ങിൽ സഹായിക്കുകയാണെങ്കിൽ, അതാണെന്ത് കണ്ടീഷൻ. ഐ വിൽ ഹെൽപ്പ് യു വിത്ത് യുവർ ഹോംവർക്ക്, അതാണ് മെയിൻ ക്ലോസ്. അപ്പോൾ മെയിൻ ക്ലോസിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? കണ്ടീഷൻ ക്ലോസിൻ്റെ നമ്മൾ കണ്ടു, ഇഫ് സബ്ജക്റ്റ് പ്രസന്റ് ടെൻസ്. മെയിൻ ക്ലോസിൻ്റെയോ സബ്ജക്റ്റ്, അതിനുശേഷം വില്ലോ ഷോളോ ക്യാനോ മേയോ വരും, പ്ലസ് ഇൻഫിനിറ്റീവ്. ഇൻഫിനിറ്റീവ് എന്ന് പറയുന്ന സമയത്ത് വെർബിൻ്റെ ബേസ് ആയിട്ടുള്ള ഫോം അല്ലേ? ഇവിടെ ഹെൽപ്പ് എന്നുള്ളത് തന്നെയാണ്. ഐ വിൽ ഹെൽപ്പ് യു വിത്ത് യുവർ ഹോംവർക്ക്.
നമ്മൾ ഏറ്റവും സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിളാണ്. ഇഫ് ഐ സ്റ്റഡി വെൽ, ഞാൻ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഐ വിൽ പാസ്, ഞാൻ ജയിക്കും അല്ലേ. അപ്പോൾ ആദ്യത്തെ ഇഫ് ഐ സ്റ്റഡി പ്രസൻറ്റൻസ് ആണ്. ഐ വിൽ പാസ്, ഇപ്പോൾ വില്ലും ഇൻഫിനിറ്റീവ് അല്ലേ. അതാണ് മെയിൻ ക്ലോസിൽ കാണുന്നത്. നെക്സ്റ്റ്, ഇഫ് യു ഡോണ്ട് ഈറ്റ് നൗ, നീ ഇപ്പോൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ യു വിൽ ബി ഹംഗ്രി ലേറ്റർ, നിനക്ക് പിന്നീട് വിശക്കും. ഇഫ് ഷി ഡസൻ കം ബൈ 7 PM ഐ ഷോൾ കോൾ ഹെർ, അവൾ 7 മണിക്ക് മുമ്പ് വന്നില്ലെങ്കിൽ ഞാൻ അവളെ വിളിക്കും. അതായത് ഫസ്റ്റ് കണ്ടീഷനിൽ പറയുന്നത് ഇഫ് ദിസ് തിങ്സ് ഹാപ്പൻസ് ദിസ് വിൽ ലൈക്ലി ഹാപ്പൻ, ഇത് സംഭവിക്കുകയാണെങ്കിൽ ഇതും കൂടെ സംഭവിക്കാം എന്നാണ്. ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് അല്ലേ. ഇനി സീറോ കണ്ടീഷനും ഫസ്റ്റ് കണ്ടീഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ ഫസ്റ്റ് കണ്ടീഷനിൽ ഒരു എക്സാമ്പിൾ എഴുതിയിരുന്നില്ലേ, ഇഫ് ഷീ ഡസൻ കം ബൈ 7 PM ഐ ഷോൾ കോൾ ഹെയർ എന്ന് എഴുതിയില്ലേ. അതായത് അവൾ 7 മണിക്ക് മുമ്പ് വന്നില്ലെങ്കിൽ ഞാൻ അവളെ വിളിക്കുമെന്നാണ്. അതായത് അതിൻ്റെ അർത്ഥം ഞാൻ അവളെ കാത്തിരിക്കുകയാണ്, ഇതുവരെ എത്തിയിട്ടില്ല, എനിക്ക് അവളെ വിളിക്കേണ്ടതുണ്ട്, 7 മണിക്ക് മുമ്പായിട്ട് അവൾ ഇന്ന് വന്നിട്ടില്ലെങ്കിൽ. സ്ഥിരമായിട്ട് 5 മണിക്കോ 5:30 ഒക്കെ എത്താറുണ്ട്, ഇപ്പം ഇന്ന് കുറച്ച് വൈകിട്ടുണ്ട്. ഏതായാലും 7 മണി വരെ വന്നിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് വിളിക്കണം. അത് ബൈ ചാൻസ് സംഭവിച്ചൊരു കാര്യമാണ്, അതൊരു ശീലമല്ല. ഇന്നിങ്ങനെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യും എന്നാണ്. പക്ഷേ സീറോ കണ്ടീഷനിലാകുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. അവിടെ വില്ലൊന്നും ഉണ്ടാവില്ല, രണ്ട് ഭാഗത്തും പ്രസൻറ്റൻസ് അല്ലേ, അപ്പോൾ വില്ലിൻ്റെ ആവശ്യം ഉണ്ടാവില്ലല്ലോ. ഇഫ് ഷീ ഡസൻ കം ബൈ 7 PM, അവൾ 7 മണിക്ക് മുമ്പായി വന്നില്ലെങ്കിൽ ഐ കോൾ ഹെർ, ഞാൻ അവളെ വിളിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവളെ വിളിക്കുന്നു അല്ലേ. 7 മണിക്ക് മുമ്പായിട്ട് വന്നില്ലെങ്കിൽ ഞാൻ അവളെ വിളിക്കുന്നു. അത് അയാളുടെ ഒരു ഹാബിറ്റാണ്. 7 മണിക്ക് കണ്ടില്ലെങ്കിൽ അപ്പോൾ വിളിക്കും. എന്നായാലും അതങ്ങനെയാണ്. ഇന്നത്തെ ഒരു കഥ മാത്രമല്ല പറയണത്, എന്നും അത് അയാളുടെ ശീലമാണ് അല്ലേ. ഒരു ഹാബിറ്റ് ആയതുകൊണ്ടാണ് സീറോ കണ്ടീഷനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കണ്ടീഷനും സീറോ കണ്ടീഷനും തമ്മിലുള്ള വ്യത്യാസം. ഒരു എക്സാമ്പിൾ കൂടി നോക്കിയേക്കാം. ഇഫ് യു ലീവ് ദ മിൽക്ക് ഔട്ട് ഇറ്റ് സ്പോയിൽസ്. സീറോ കണ്ടീഷൻ നമ്മൾ നേരത്തെ കണ്ട സെൻറ്റൻസ് ആണ്. പാല് പുറത്ത് വെച്ചാൽ അത് കേടുവരും, ഒരു ഫാക്റ്റാണ്. ഇനി അതേസമയം അമ്മയ്ക്ക് പുറത്ത് എവിടെ പോകേണ്ടതുണ്ട്, ഇപ്പോൾ കുട്ടിയോട് പറയാണ് പാല് വരുന്ന സമയത്ത് നീ എന്ത് ചെയ്യണം, അത് ഉള്ളിലേക്ക് കയറ്റി വെക്കണം, ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് വെക്കണം, അതല്ലെങ്കിൽ പുറത്തിരുന്നാൽ കേടുവരും. ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് അല്ലേ, ഒരു വാണിങ്. ഇപ്പോൾ കുട്ടിയോട് തൽക്കാലം ഇങ്ങനെ പറയുകയാണ്, ഇഫ് യു ലീവ് ദ മിൽക്ക് ഔട്ട്, നീ ഇപ്പോൾ ആ പാല് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് നശിച്ചു പോകും, അതുകൊണ്ട് നീ എൻ്റെ ഉള്ളിലേക്ക് വെക്കണം കേട്ടോ. ഇപ്പോൾ ഒരു വാണിങ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒന്നാമത്തെ സെൻറ്റൻസ് ഒരു ജനറൽ ട്രൂത്ത് ആണ്. രണ്ടാമത്തെ പറയുമ്പോൾ ഇറ്റ് വിൽ സ്പോയിൽ എന്ന് പറയുന്ന സമയത്ത് അത് ഇപ്പോഴത്തെ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ്റെ ഉപയോഗങ്ങൾ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ കണ്ടീഷനാണ്. അതായത് വാട്ട് ഈസ് സെഡ് ഇൻ ദ കണ്ടീഷൻ ഈസ് പോസിബിൾ, നടക്കാൻ സാധ്യതയുള്ള കാര്യത്തിനെക്കുറിച്ച് പറയാനാണ് ഫസ്റ്റ് കണ്ടീഷൻ ഉപയോഗിക്കുന്നത്. അതായത് അതിൻ്റെ ടൈം എങ്ങനെയാണ്, ദിസ് കണ്ടീഷൻ റെഫേഴ്സ് എയ്തർ ടു പ്രസൻറ്റ് ഓർ ടു ഫ്യൂച്ചർ ടൈം. ഇത് ഈ പ്രസൻറ്റ് ആയിട്ടുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഭാവിയിലെ കാര്യത്തിനെക്കുറിച്ചോ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫസ്റ്റ് കണ്ടീഷൻ ഉപയോഗിക്കാം. നേരത്തെ പറഞ്ഞു പൈസ കിട്ടുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഒരു എസ്റ്റേറ്റ് വാങ്ങും അല്ലേ. ഭാവിയിൽ കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വാങ്ങും, ഇപ്പോൾ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ വാങ്ങും. അതാണ് പ്രസൻറ്റോ അല്ലെങ്കിൽ ഫ്യൂച്ചറോ രണ്ടിനെയും സൂചിപ്പിക്കാൻ ഫസ്റ്റ് കണ്ടീഷൻ ഉപയോഗിക്കാം. ഫസ്റ്റ് കണ്ടീഷനിൽ ഒന്നും കൂടി കുറച്ച് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇഫ് ഹി ഈസ് ലേറ്റ് വി വിൽ ഹാവ് ടു ഗോ വിത്തൗട്ട് ഹിം. വി വിൽ ഹാവ് ടു ഗോ വിത്തൗട്ട് ഹിം, അവനില്ലാതെ പോകേണ്ടി വരും. ഇഫ് മൈ മദർ നോസ് അബൌട്ട് ദിസ്, അമ്മ ഇതിനെക്കുറിച്ച് അറിഞ്ഞാൽ വി വിൽ ബി ഇൻ സീരിയസ് ട്രബിൾ. നേരത്തെ പറഞ്ഞു വിൽ പ്ലസ് വെർബിൻ്റെ ഇൻഫിനിറ്റീവ് എന്ന്, പക്ഷെ ഇവിടെ വെർബ് ഉണ്ടോ? സീരിയസ് ട്രബിൾ എന്നുള്ളതൊരു നൗണാണ്, അതുകൊണ്ടാണ് അതിൻ്റെ വില്ലിന് ശേഷം ബി ചേർത്തിട്ടുള്ളത്. അതായത് നമുക്ക് പറയാം ഇഫ് വി പ്ലേ വെൽ വി വിൽ വിൻ എന്ന് പറഞ്ഞൂടെ. ഈ വിൽ ബി ചേർത്തിട്ട് എങ്ങനെയായിരിക്കും പറയാം, ഇഫ് വി പ്ലേ വെൽ വി വിൽ ബി ദ വിന്നേഴ്സ്, വിൽ ബി ദ വിന്നേഴ്സ്. ഇപ്പോൾ അവിടെ വിന്നേഴ്സ് എന്ന് പറയുമ്പോൾ നൗൺ ഫോമാണ്, അതുകൊണ്ടാണ് അതിൻ്റെ അപ്പുറത്ത് ബിയും കൂടി ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വലിയ കൺഫ്യൂഷനൊന്നും ആവശ്യമില്ല. അടുത്തത് സെക്കൻഡ് കണ്ടീഷൻ അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷൻ എന്ന് പറയാം. അതിൻ്റെ കണ്ടീഷണൽ ക്ലോസിൻ്റെ ഭാഗത്ത് ഫസ്റ്റ് കണ്ടീഷൻ ആകുമ്പോൾ പ്രസന്റ് ടെൻസ് ആയിരുന്നു, സെക്കൻഡ് കണ്ടീഷൻ ആകുമ്പോൾ എങ്ങനെയാണ്, ഇഫ് പ്ലസ് പാസ്റ്റ് ടെൻസ് ആണ് വന്നിട്ടുള്ളത്. അതായത് നേരത്തെ ഇഫ് ഐ സ്റ്റഡി ആയിരുന്നെങ്കിൽ ഇവിടെ ഇഫ് ഐ സ്റ്റഡീഡ് എന്നാണ്. ഇഫ് ഐ സ്റ്റഡീഡ് വെൽ, ഞാൻ പഠിച്ചിരുന്നെങ്കിൽ. മെയിൻ ക്ലോസിൽ എങ്ങനെയായിരിക്കും, ഈ ഭാഗത്ത് പ്രസന്റ് ടെൻസ് ആകുമ്പോൾ അപ്പുറത്ത് വില്ലിൻ്റെ പ്രസന്റ് ടെൻസ് ആയിരുന്നു ആദ്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ആദ്യം പാസ്റ്റ് ടെൻസ് ആണ്, അപ്പുറത്ത് വില്ലിൻ്റെയോ അല്ലെങ്കിൽ മേയുടെയോ ക്യാൻ്റെയോ ഷോളിൻ്റെയോ പാസ്റ്റ് ടെൻസ്. അതായത് വുഡോ ഷുഡോ കുഡോ മൈറ്റോ പ്ലസ് ഇൻഫിനിറ്റീവ്, അതാണ് അതിൻ്റെ ഫോം. അതായത് ഇഫ് ഐ സ്റ്റഡീഡ് വെൽ ഐ വുഡ്, നേരത്തെ ഐ വിൽ എന്നായിരുന്നല്ലോ ഫസ്റ്റ് കണ്ടീഷനിൽ, ഇപ്പോൾ ഐ വുഡ് പാസ് ദ എക്സാം. ഇഫ് ഐ സ്റ്റഡീഡ് വെൽ ഐ വുഡ് ബി എ ഡോക്ടർ.
ഇഫ് യു വെൻറ്റ് ടു ബെഡ് ഏർലിയർ, ഇഫ് യു വെൻറ്റ്, ഇഫ് സബ്ജക്റ്റ്, വെൻറ്റ് എന്നുള്ളത് പാസ്റ്റ് ടെൻസിലുള്ളത്, ടു ബെഡ് ഏർലിയർ, യു വുഡ് നോട്ട് ബി സോ ടയേർഡ്. ഇഫ് ഐ സ്പോക്ക് ജർമ്മൻ, ഐ വുഡ് ഗെറ്റ് ദാറ്റ് ജോബ്. സബ്ജക്റ്റ് ഉണ്ട്, മെയിൻ ക്ലോസ് സബ്ജക്റ്റ് ഉണ്ട്, വുഡ് ഉണ്ട്, പിന്നെ അല്ലേ ഇൻഫിനിറ്റീവ് ആയിട്ടുള്ള വെർബ് ഉണ്ട് ഗെറ്റ് എന്നുള്ളത്. ഇഫ് ഹി വർ ഹിയർ റൈറ്റ് നൗ, ഹി വുഡ് ഹെൽപ്പ് അസ്. അയാൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അയാൾ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ നമ്മളെ സഹായിക്കുമായിരുന്നു. ഇഫ് ഇറ്റ് റെയിൻഡ് വി വുഡ് ഗെറ്റ് വെറ്റ്. മഴ പെയ്തിരുന്നെങ്കിൽ നമ്മൾ നനഞ്ഞേനെ. ഇപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ എഴുതാനാണ് നമ്മൾ പഠിച്ചത്. ഇനി സെക്കൻഡ് കണ്ടീഷൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് അൺറിയൽ ഓർ ഇംപ്രോബബിൾ സിറ്റുവേഷൻസ്, അല്ലേ? ശരിക്കുള്ള കാര്യങ്ങളല്ല, നടക്കാൻ സാധ്യത ഉള്ള കാര്യങ്ങളെയല്ല സെക്കൻഡ് കണ്ടീഷനിൽ കാണിക്കുന്നത്. അത് അൺറിയലാണ്. ആ ഒരു സെൻറ്റൻസിൻ്റെ റെലവൻസ് എന്ന് പറയുന്നത് പ്രസൻ്റാണ്, പക്ഷേ ടെൻസ് പാസ്റ്റിലാണ്. ടെൻസ് പാസ്റ്റിലാണെങ്കിലും ഇപ്പോഴത്തെ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായത് സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത് മുമ്പ് ചെയ്ത കാര്യങ്ങൾ നമ്മളെ ഇപ്പോൾ എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത് എന്നാണ്. മനസ്സിലായല്ലോ? ഇഫ് ഐ ന്യൂ ഹെർ നെയിം, എനിക്ക് അവളുടെ പേര് അറിഞ്ഞിരുന്നെങ്കിൽ ഐ വുഡ് ടെൽ യു, ഞാൻ നിന്നോട് പറയുമായിരുന്നു. ഐ വുഡ് ടെൽ യു എന്നുള്ളതിൻ്റെ അർത്ഥം ഇപ്പോൾ ഞാൻ നിന്നോട് പറയുമായിരുന്നു എന്നാണ്, അല്ലേ? എനിക്ക് അവളുടെ പേര് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഞാൻ നിന്നോട് പറയുമായിരുന്നു. അത് അന്ന് പറയുമായിരുന്നു എന്നല്ല, ഇന്ന് പറയുമായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇഫ് ഐ വെർ യു, നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഐ വുഡ് ടെൽ മൈ ഫാദർ, ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുത്തേനെ. ഇനി ഫസ്റ്റ് കണ്ടീഷനും സെക്കൻഡ് കണ്ടീഷനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഫസ്റ്റ് കണ്ടീഷനിൽ ഇഫ് ഐ ബിക്കം എ പ്രസിഡൻറ്റ് ഐ വിൽ ചേഞ്ച് ദ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം. അവിടെ ഒരു സാധ്യതയുണ്ട്, കാരണം ഫസ്റ്റ് കണ്ടീഷനാണല്ലോ. ഞാനൊരു പ്രസിഡൻ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റത്തിൽ വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ്. ഇത് പറയുന്നത് ഒരു പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിരിക്കും. ഇനി സെക്കൻഡ് കണ്ടീഷനാണ്, അതേ സെയിം സെൻറ്റൻസ് ആണെങ്കിൽ, അതായത് ഇഫ് ഐ ബിക്കെയിം എ പ്രസിഡൻറ്റ്, അല്ലേ? അൺറിയൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഞാൻ പ്രസിഡൻ്റ് ആയിരുന്നെങ്കിൽ, ഞാൻ മുമ്പ് പ്രസിഡൻ്റ് ആയിരുന്നെങ്കിൽ ഐ വുഡ് ചേഞ്ച് ദ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം, ഞാൻ ഈ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം മാറ്റിയേനെ എന്നുള്ളതാണ്. ഞാൻ അന്ന് കുറച്ച് മുമ്പ് പ്രസിഡൻ്റ് ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ മാറ്റം സംഭവിച്ചിട്ടുണ്ടാവും സെക്യൂരിറ്റി സിസ്റ്റത്തിൽ. ഇതാരാണ് പറയുന്നത്? ഒരു സ്കൂൾ ബോയ് ആണ് പറയുന്നത്. ഇപ്പോൾ സ്കൂൾ ബോയ്ക്ക് അത് നടക്കില്ല എന്നറിയാം, പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയതുകൊണ്ട് അത് നടക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഇപ്പോൾ പറഞ്ഞത് വേറെ ഒരു സ്കൂൾ ബോയ്, അവൻ്റെ ഒരു വലിപ്പം വിട്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണത് സെക്കൻഡ് കണ്ടീഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഫസ്റ്റ് കണ്ടീഷൻ റിയലാണ്, സെക്കൻഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇമാജിനറി ഹിപ്പോത്തറ്റിക്കൽ കണ്ടീഷനാണ്. ഇഫ് ഐ വൺ എ £1 million, ഒരു £1 million കിട്ടുകയായിരുന്നെങ്കിൽ ഐ വുഡ് സ്റ്റോപ്പ് ദിസ് ബിസിനസ്, ഞാൻ ഈ ബിസിനസ് അവസാനിപ്പിച്ചിട്ടുണ്ടാവും. അതായത് എനിക്ക് കുറച്ച് മുമ്പ് കുറച്ച് പൈസ കിട്ടിയിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഈ ബിസിനസ് അവസാനിപ്പിച്ചിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. ഇനി തേർഡ് കണ്ടീഷനിലേക്ക് വരാം കേട്ടോ. തേർഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ടോട്ടലി അൺറിയൽ എന്ന് പറയാം. പണ്ടത്തെ കാര്യങ്ങൾ പറയാനാണ്. നേരത്തെ ഇഫ് ഐ സ്റ്റഡീഡ് വെൽ ഐ വുഡ് പാസ് എന്നാണ് സെക്കൻഡ് കണ്ടീഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഞാൻ അപ്പോൾ പഠിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ജയിക്കുമായിരുന്നു എന്ന്. ഇനി തേർഡ് കണ്ടീഷൻ വരുമ്പോൾ ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് വെൽ, ഇപ്പോൾ തേർഡ് കണ്ടീഷൻ്റെ ആ ഫോം ഓർത്തിരിക്കണം. ഇഫ് സബ്ജക്റ്റ്, അതിനുശേഷം ഹാഡ് V3 എന്നുള്ള ഫോമിലാണ് വരിക. ഇഫ് ഐ ഹാഡിന് ശേഷം എന്തായാലും V3 ആണല്ലോ ചേർക്കേണ്ടത്, സ്റ്റഡീഡ്. ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് വെൽ, അതിൻ്റെ അപ്പുറത്ത് എങ്ങനെയായിരിക്കും? വുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതായത് V3, അല്ലേ? വുഡ് ഹാവ് V3, അതായത് ഐ വുഡ് ഹാവ് പാസ്ഡ് ദ എക്സാം. ഞാൻ പണ്ട് പഠിക്കുകയായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ജയിച്ചേനെ എന്നല്ല, ഞാൻ അന്ന് ജയിച്ചേനെ എന്നാണ്. അതായത് പാസ്റ്റുള്ള കാര്യങ്ങളെ പറയാനാണ് നമ്മൾ തേർഡ് കണ്ടീഷൻ ഉപയോഗിക്കുക. അത് ഇപ്പോഴത്തെ സമയവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സെക്കൻഡ് സെൻറ്റൻസ് നോക്കൂ. ഹി വുഡ് ഹാവ് ബീൻ അറസ്റ്റഡ്, അവൻ അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. എങ്ങനെയാണെന്നെങ്കിൽ ഇഫ് ഹി ഹാഡ് ഡൺ ദ ക്രൈം, അവൻ അന്ന് ആ കുറ്റം ചെയ്തിരുന്നെങ്കിൽ അവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടുണ്ടാകുമായിരുന്നു. ഇഫ് ഷീ ഹാഡ് കമ്മിറ്റഡ് എ മിസ്റ്റേക്ക് ദ ടീച്ചർ വുഡ് ഹാവ് കറക്റ്റഡ് ഹെർ, അവൾ പണ്ടൊരു മിസ്റ്റേക്ക് കാണിച്ചിരുന്നെങ്കിൽ അന്ന് ടീച്ചർ അത് തിരുത്തി കൊടുത്തിട്ടുണ്ടാവും എന്നാണ്. ഇഫ് ഇറ്റ് ഹാഡ് റൈൻഡ് വി വുഡ് ഹാവ് ഗോട്ടൺ വെറ്റ്. ഇനി തേർഡ് കണ്ടീഷൻ്റെ ഉപയോഗം എന്താണ്? അത് അൺറിയലാണെന്ന് നേരത്തെ പറഞ്ഞു. ടൈം എന്ന് പറയുന്നത് പാസ്റ്റിനെ സംബന്ധിക്കുന്നത് തന്നെയാണ്. പാസ്റ്റ് എന്ന് പറഞ്ഞാലും സോ വി ആർ ടോക്കിംഗ് അബൌട്ട് എ സിറ്റുവേഷൻ ദാറ്റ് വാസ് നോട്ട് സോ ഇൻ ദ പാസ്റ്റ്. ഒരു സിറ്റുവേഷനെ കുറിച്ച്, പാസ്റ്റിലെ ഒരു സിറ്റുവേഷനെ കുറിച്ച് പറയുന്ന സമയത്ത് അന്ന് അത് അങ്ങനെയല്ലായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് തേർഡ് കണ്ടീഷൻ ഉപയോഗിക്കുന്നത്, അല്ലേ? അതായത് ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് വെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാനന്ന് പഠിച്ചിരുന്നില്ല എന്നാണ്. ഞാൻ പഠിച്ചിരുന്നെങ്കിൽ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ പഠിച്ചിരുന്നില്ല എന്നാണ്. അപ്പോൾ അങ്ങനെയല്ലായിരുന്ന ഒരു കാര്യത്തെ പറയാൻ വേണ്ടിയിട്ട്. ഇഫ് യു ഹാഡ് വാൺ മീ, നീ എന്നെ വാൺ ചെയ്തായിരുന്നെങ്കിൽ, അതായത് നീ അന്ന് വാൺ ചെയ്തില്ല,
ഐ വുഡ് നോട്ട് ഹാവ് ടോൾഡ് യുവർ ഫാദർ അബൌട്ട് ദ ഇൻസിഡൻറ്റ്. ഞാൻ ആ സംഭവത്തിനെക്കുറിച്ച് നിൻ്റെ അച്ഛനോട് പറയില്ലായിരുന്നു. കണ്ടീഷണൽ സെൻറ്റൻസ് എഴുതുമ്പോൾ ഏറ്റവും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വില്ലും വുഡും ഇതൊന്നും കണ്ടീഷൻ ക്ലോസിലല്ല വരിക. അതായത് ഈഫ് ഉൾക്കൊള്ളുന്ന ഒരു ക്ലോസ് ഉണ്ടല്ലോ. ഇപ്പോൾ ചിലർക്കൊരു സ്വഭാവമുണ്ടേ, ഇഫ് ഐ സ്റ്റഡി വെൽ എന്നുള്ളതിന് പകരം ഇഫ് ഐ വിൽ സ്റ്റഡി വെൽ എന്നൊക്കെ നമ്മൾ എഴുതും, അറിയാതെ എഴുതി പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും എഴുതരുത്. ഇഫിൻ്റെ കൂട്ടത്തിൽ ഒരിക്കലും വില്ലും വുഡും ഒന്നും വരില്ല. മെയിൻ ക്ലോസിൽ മാത്രമേ വില്ലും വുഡും നമ്മൾ ഉപയോഗിക്കാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പലരും തെറ്റിക്കുന്ന ഒരു കാര്യമാണത്. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ ഓർത്ത് വയ്ക്കണം. ഫോർ ദ സെക്കൻഡ് കണ്ടീഷണൽ വെയർ റീപ്ലേസസ് വാസ്, നമ്മൾ വാസ് ഉപയോഗിക്കേണ്ടിടത്തൊക്കെ അൺറിയൽ കണ്ടീഷൻ ആയതുകൊണ്ട് വെയർ ആണ് ഉപയോഗിക്കേണ്ടത്. ഇഫ് ഐ വെയർ എ റിച്ച് മാൻ ഐ വുഡ് ബൈ എ ന്യൂ എസ്റ്റേറ്റ്. ഞാൻ ഇഫ് ഐ വാസ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്, ഇഫ് ഐ വെയർ എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഹീ ആണ്, ഐക്ക് പകരം ഹീ ആണെങ്കിലും അവിടെ വെയർ എന്ന് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് അൺറിയൽ കണ്ടീഷൻസിൽ മാത്രമാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ഈ വെയർ ഉപയോഗിക്കേണ്ടത്. അതല്ലെങ്കിൽ വാസ് ആണ് ഉപയോഗിക്കേണ്ടത്. അതായത് അൺറിയൽ കണ്ടീഷൻസിൽ എപ്പോഴും നമുക്ക് എന്ത് കാണാൻ പറ്റും, വുഡ് എന്നോ കുഡ് എന്നോ എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഞാൻ നിന്നോട് ശരിക്കും റൂഡായിട്ടാണ് പെരുമാറിയത് എന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോട് മാപ്പ് പറയുന്നു. ഇഫ് ഐ വാസ് റൂഡ് ടു യു ഐ അപ്പോളജൈസ്. പക്ഷെ നമുക്ക് എക്സാം പർപ്പസിന് വേണ്ടിയിട്ട് ആ സെക്കൻഡ് കണ്ടീഷനിൽ ഇഫ് ഐ വെയർ കണ്ടു കഴിഞ്ഞാൽ അപ്പുറത്ത് വുഡ് ചേർത്തിട്ട് എഴുതിയാൽ മതി. നമ്മുടെ എക്സാമിന് അതേ ആവശ്യമുള്ളൂ കേട്ടോ. ഇൻസ്റ്റെഡ് ഓഫ് ഇഫ് നോട്ട് വി ക്യാൻ യൂസ് അൺലെസ്. ഇപ്പോൾ ഇഫ് നോട്ട് എന്ന് പറയുന്ന സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന മറ്റൊരു വാക്കാണ് അൺലെസ് എന്നുള്ളത് അല്ലേ. നീ നന്നായി പഠിച്ചില്ലെങ്കിൽ നീ തോൽക്കും. എങ്ങനെയാ പറയുക, യു വിൽ ഫെയിൽ അൺലെസ് യു സ്റ്റഡി വെൽ, അല്ലെങ്കിൽ യു വുഡ് ഫെയിൽ അൺലെസ് യു സ്റ്റഡീഡ് വെൽ. ഇവിടെ എക്സാമ്പിൾ വേറെ വിധത്തിൽ കൊടുത്തിട്ടുണ്ട്. ഐ വിൽ ബി ബാക്ക് ടുമാറോ, ഐ വിൽ ബി ബാക്ക് ടുമാറോ അല്ലേ. വിൽ ബി എന്നുള്ളതാണ് മെയിൻ ക്ലോസ് ആണ്. ഇനി കണ്ടീഷൻ ക്ലോസ് എങ്ങനെയാണ്, അൺലെസ് ദർ ഈസ് എ പ്ലെയിൻ സ്ട്രൈക്ക്. ഞാൻ നാളെ തിരിച്ചു വരും, നാളെ പ്ലെയിൻ സ്ട്രൈക്ക് ഇല്ലെങ്കിൽ. ഹി വിൽ ആക്സെപ്റ്റ് ദ ജോബ്, അവൻ തീർച്ചയായിട്ടും ജോബ് ആക്സെപ്റ്റ് ചെയ്യും, സ്വീകരിക്കും. അൺലെസ് ദ സാലറി ഈസ് ടു ലോ, സാലറി വളരെ കുറവല്ലെങ്കിൽ അവൻ തീർച്ചയായിട്ടും ആ ജോബ് അവൻ സ്വീകരിക്കും. ഇപ്പോൾ അൺലെസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇഫ് നോട്ട് എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു, അതായത് മിക്സഡ് ടൈപ്പ് അല്ലെങ്കിൽ ഇൻവേർഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. മിക്സഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത്, അതായത് ഇഫ് കണ്ടീഷൻ ഉണ്ടല്ലോ, ഇഫ് കണ്ടീഷൻ ഒരു തേർഡ് കണ്ടീഷൻ്റെ രീതിയിലായിരിക്കും. അതായത് ഇഫും ഹാഡുമുള്ള പിന്നെ V3 വരുന്ന ആ ഒരു സ്വഭാവമുള്ള സെൻറ്റൻസ്. ഇഫ് യു ഹാഡ് വാൺ മീ, ഇഫ് യു ഹാഡ് വാൺ മീ, നിങ്ങളെന്നെ വാൺ ചെയ്തായിരുന്നെങ്കിൽ, അതായത് പണ്ടേ നിങ്ങളെന്നെ വാൺ ചെയ്തായിരുന്നെങ്കിൽ, ഐ വുഡ് നോട്ട് ബി ഇൻ പ്രിസൺ, ഞാൻ ഇപ്പോൾ ജയിലിൽ കിടക്കുമായിരുന്നില്ല എന്നാണ് അല്ലേ. അവിടെ ഐ വുഡ് നോട്ട് ബി ഇൻ പ്രിസൺ എന്ന് പറയുമ്പോൾ സെക്കൻഡ് കണ്ടീഷൻ്റെ മെയിൻ ക്ലോസിൻ്റെ ഒരു സ്വഭാവമാണത്. വുഡ് മാത്രമുള്ളത് സെക്കൻഡ് കണ്ടീഷനിലാണല്ലോ, അതുകൊണ്ടാണ് മിക്സഡ് എന്ന് പറയുന്നത്. അതായത് ആദ്യത്തെ ക്ലോസിൽ തേർഡ് കണ്ടീഷനും വരുന്നുണ്ട്, അതുപോലെ തന്നെ മെയിൻ ക്ലോസിലാണെങ്കിൽ സെക്കൻഡ് കണ്ടീഷനിൻ്റെ സ്വഭാവം വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നീ പണ്ടെന്നെ വാൺ ചെയ്തായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ജയിലിൽ കിടക്കുമായിരുന്നില്ല എന്നാണ്. അതാണ് മിക്സഡ് കണ്ടീഷൻ. ഇനി ഇൻവേർഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുക. ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പലതിലും പാഠത്തിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ ഇൻവേർഷൻ പറയാറുണ്ടല്ലോ. അതായത് നോർമലായിട്ടുള്ളൊരു സെൻറ്റൻസിൻ്റെ രീതി എന്ന് പറയുന്നത് സബ്ജക്റ്റിന് ശേഷം ഓക്സിലറി ആണ് അല്ലേ. ഹി ഈസ് എന്നാണ് പറയുക. പക്ഷേ ഇൻവേർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓക്സിലറി ആദ്യം വരുന്നില്ല, അതായത് ഈസ് ഹി എന്നുള്ള രീതിയിൽ പറയും. അതാണ് ഇൻവേർഷൻ. ക്വസ്റ്റ്യനിലാണ് സാധാരണ ആ ടൈപ്പ് ഉപയോഗിക്കല്ലോ അല്ലേ. പക്ഷേ എംഫസിസിനും ചില സമയത്ത് നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഇൻവേർഷൻസ് ഉപയോഗിക്കാറുണ്ട്. ഒരു കാര്യം എംഫസൈസ് ചെയ്യുന്നത്, ഊന്നി പറയുന്നത്. ഇവിടെ നോക്കൂ, ഇഫ് ഐ ഹാഡ് ബീൻ ദർ, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ദ പ്രോബ്ലം വുഡിൻ ഹാവ് ഹാപ്പൻഡ്, അങ്ങനെ ഒരു പ്രശ്നം സംഭവിക്കുമായിരുന്നില്ല. ഇപ്പോൾ ഹാഡിന് പകരം ഇപ്പോൾ തേർഡ് കണ്ടീഷനിൽ ഇഫ് ഒഴിവാക്കിയിട്ട് ഹാഡ് ആദ്യം കൊണ്ടുവരുന്ന രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇൻവെർട്ടറായിട്ടും എഴുതാം. ലാംഗ്വേജിൻ്റെ സാധ്യതയെക്കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഹാഡ് ഐ ബീൻ ദർ, ഇഫ് ഐ ഹാഡ് ബീൻ ദർ എന്നുള്ളതിന് പകരം ഇങ്ങനെ കൂടി എഴുതാവുന്നതാണ്. പരീക്ഷയ്ക്ക് ഇങ്ങനെ എഴുതരുത്, നമ്മുടെ ലാംഗ്വേജ് യൂസിന് ഉപയോഗപ്പെടുന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഹാഡ് ഐ ബീൻ ദർ, ദ പ്രോബ്ലം വുഡിൻ ഹാവ് ഹാപ്പൻഡ്. ഇഫ് ഐ ഹാഡ് ബീൻ ദർ എന്നതിന് പകരമായിട്ട് ഹാഡ് ഐ ബീൻ ദർ എന്ന് നമ്മൾ എഴുതി. ഓക്കെ, അപ്പം 3 കണ്ടീഷൻസിനെ കുറിച്ചും ഏതാണ്ട് ധാരണ ഉണ്ടായെന്നാണ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട എക്സാമ്പിൾ സെൻറ്റൻസ് ഇത് തന്നെയാണ്. ഇഫ് ഐ സ്റ്റഡി വെൽ ഐ വിൽ പാസ്. ഇഫ് ഐ സ്റ്റഡീഡ് വെൽ ഐ വുഡ് പാസ്. ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് വെൽ ഐ വുഡ് ഹാവ് പാസ്ഡ്. അപ്പോൾ ഈ 3 സെൻറ്റൻസും എഴുതി വയ്ക്കുക, അതിൻ്റെ സ്ട്രക്ചർ മനസ്സിൽ വയ്ക്കുക.
കേട്ടോ. ഒരു ഭാഗത്ത് വുഡ് ഹാവ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പുറത്ത് ഹാഡ് V3 വരണം എന്നുള്ളത് മനസ്സിലുണ്ടാവണം. അപ്പുറത്ത് വുഡ് മാത്രമാണ് ഉള്ളതെങ്കിൽ ഇപ്പുറത്ത് പാസ്റ്റ് ടെൻസ് മാത്രമായിരിക്കണം എന്നുള്ള ബോധം ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ എഴുതി ശീലിക്കണം. അങ്ങനെ എഴുതി ശീലിക്കാൻ കുറച്ച് എക്സസൈസും കൂടി ഉണ്ട് ഇവിടെ. ആ എക്സസൈസിൽ കൂടി ഒന്ന് കടന്നു പോവുക. ചോദ്യം ആദ്യം കാണൂ, എന്നിട്ട് ഉത്തരം വരുന്നതിന് ജസ്റ്റ് മുമ്പായിട്ട് പോസ് ചെയ്യുക. നിങ്ങൾ ആ ചോദ്യവും അതിൻ്റെ കണ്ടീഷൻസും നോട്ട് പുസ്തകത്തിൽ എഴുതുക. അതിനുശേഷം ഉത്തരം കാണുക, ഉത്തരം മാച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾ എഴുതിയ ഉത്തരം ശരിയാണോ എന്ന് നോക്കുക. ഓക്കെ. Meet you again in the next class. Thank you.